നമുക്കിവിടെ ഒരു ടേബിൾ സെറ്റ് ചെയ്താലോ? ആദ്യം ഞങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ, ബിക്കോസ് ഇതൊരു 14 പീസായിട്ടാണ് നമുക്ക് കിട്ടിയത്. നമ്മളിത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ടെൻഷൻ അടിക്കാനൊന്നുമില്ല, അതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മളൊന്ന് അസൈൻ ചെയ്താൽ മതി. ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ഡ്രില്ലർ ഇല്ലായിരുന്നു. പാവം കുഞ്ഞു എല്ലാം കൈകൊണ്ടാണ് സ്ക്രൂ ചെയ്തത്. അത് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അവൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചായ സ്നാക്സും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് മാനസികമായി ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇത്രയായി ഗൈസ്. ഇത് നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് കുറച്ചധികം സമയം നമ്മൾ എടുത്തു കേട്ടോ, ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആ ഡ്രില്ലർ ഇല്ലായിരുന്നുകൊണ്ട് കൈ കൊണ്ടായിരുന്നു സ്ക്രൂ ഒക്കെ ചെയ്തിരുന്നത്. പക്ഷേ അത് പ്രോസസ്സിങ് ഇങ്ങനെ എൻഡിങ്ങിലോട്ടാവുന്നതോടും ഭയങ്കര സന്തോഷം വരുമായിരുന്നു. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു നമുക്ക് വായിക്കാൻ എഴുതാനും ഒക്കെ ഒരു സ്പേസ് വേണം. അത് തൊലി പൊളിഞ്ഞു പോകണം. അതെന്തായാലും സുഖമാണോ എന്ന് ചോദിക്കുക. പാവ നല്ല ടയേർഡായിട്ടോ അവൻ. ഞങ്ങൾ പിന്നെ ടേബിളെടുത്ത് റൂമിൽ കൊണ്ടുപോയിട്ടു. കുറച്ച് വാൾ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ ഞാൻ ഓർക്കുന്നത് കേട്ടോ. അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ മറന്നുപോയിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു സ്റ്റിക്കറും കൂടി എനിക്ക് ഒട്ടിക്കാനുണ്ടായിരുന്നല്ലോ, എന്തായാലും ആ പോർഷൻ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതിലൊട്ടുമിക്ക സാധനങ്ങൾ നമ്മൾ ആമസോണിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കുറച്ച് സാധനങ്ങൾ എനിക്ക് തോന്നുന്നു 1-2 സാധനങ്ങൾ മീഷോയിൽ നിന്നും കാണും. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇത് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിരുന്ന കാര്യമായിരുന്നു, ഇങ്ങനത്തെ ഒരു സ്പേസ് സെറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ റെൻറ്റഡ് ഹൗസ് ആയതുകൊണ്ട് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ലിവ് അറ്റ് ദ മൊമെൻ്റ് അല്ലേ, നമ്മളൊരു ഇപ്പോഴുള്ളൊരു ലൈഫ് എൻജോയ് ചെയ്തിട്ടല്ലേ പിന്നെ ഫ്യൂച്ചർ. അങ്ങനെ ഞങ്ങൾ ഡിസൈഡ് ചെയ്താണ് ഫൈനലി നമ്മൾ റെൻറ്റഡ് ഹൗസ് ആണെങ്കിലും ഇങ്ങനത്തെ ഒരു സ്പേസ് സെറ്റ് ചെയ്തത് കേട്ടോ. കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയതൊക്കെ ഞാനിങ്ങനെ മേടിച്ച് കൂട്ടിയായിരുന്നു. എന്നാലും ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് സെറ്റാക്കാനുണ്ട്. അൺലക്കിലി എനിക്ക് ഇതുവരെ ഈ ടേബിൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് നൈറ്റ് ഡ്യൂട്ടി തുടങ്ങുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസമായിരുന്നു ഇത് സെറ്റ് ചെയ്തത് കേട്ടോ. മണി പ്ലാന്റ് കെട്ടില്ല. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വയ്ക്കാമെന്നായിരുന്നു നമ്മൾ ആദ്യം കരുതിയത് കേട്ടോ. പിന്നെയാണ് മണി പ്ലാന്റ് അല്ലേ അതിനേക്കാളും ബെറ്ററെന്ന് തോന്നിയത്. സന്തോഷം വരുന്നു. പാവം ടേബിൾ സെറ്റ് ചെയ്യാൻ